ആഭ്യന്തര ടൂറിസം രംഗത്ത് കോവിഡാനന്തര കേരളത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. തൃശൂർ ഏനാമാവ് കായൽ തീരത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നവീകരിച്ച നെഹ്റു പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം 1.88 കോടി ആഭ്യന്തര സഞ്ചാരികളാണ് സംസ്ഥാനത്തിന്റെ പുറത്തുനിന്നും അകത്തുനിന്നുമായി കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തിയത്. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡാണിത്. 2023-ൽ ആ റെക്കോർഡ് മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ടൂറിസം വകുപ്പ് ആസൂത്രണം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആഭ്യന്തര ടൂറിസത്തിനാണ് കൂടുതൽ സാധ്യതയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള പ്രത്യേക പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു. അതിൻ ഫലമായാണ് ഈ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് കേരളം സാക്ഷ്യം വഹിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മുടെ സംസ്ഥാനം ഏറെ മുന്നിലാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ടൂറിസം രംഗത്ത് ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം. അത് ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ മനസ്സാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയാണ്, കേരളത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷമാണ്. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറുന്നത്. ടൂറിസത്തിന്റെ അനന്ത സാധ്യത ഇനിയും നമുക്ക് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്താൻ എല്ലാ നിലയിലും നമുക്ക് ഒരുമിച്ച് നിലകൊള്ളാം. ചടങ്ങിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ പ്രൊമോഷൻ വീഡിയോയുടെ പ്രകാശനം മന്ത്രി നിർവഹിച്ചു. സസ്നേഹം തൃശൂർ പദ്ധതിയുടെ ഭാഗമായുള്ള സോൾ ഓഫ് തൃശൂർ സുവനീർ മുരളി പെരുന്നെല്ലി MLA മന്ത്രിക്ക് സമ്മാനിച്ചു. 98 ലക്ഷം രൂപ ചെലവിലാണ് പാർക്ക് നവീകരിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.